നമുക്ക് ദൈവത്തിൻ്റെ വചന കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒരു മണിക്കൂർ സമയം നമ്മുടെ മുൻപിലുണ്ട്. ഓക്കെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 29-ാമത് വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 29-ാമത് വാക്യം. ഈ വിധത്തിൽ വെടിവെപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. മതി. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ വചനത്തിന് മുമ്പേ ഞങ്ങൾ ഇരിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ആഴത്തിൽ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ കൃപ തരണമേ. ഇതിൻ്റെ അകത്ത് ബലഹീനരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെടണമേ. ദുഃഖത്തോടെ വന്നവരുണ്ട് കർത്താവേ, വേദനയോടെ വന്നവരുണ്ട് കർത്താവേ. എൻ്റെ സങ്കടമെന്ന് തുറന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് കർത്താവേ. ഈ വചന സന്ദേശം കഴിയുമ്പോൾ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിപ്പാൻ ദൈവം ഇടയാക്കണം. പരിശുദ്ധ റൂഹ ശക്തമായി ഈ ഹോളിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കും ദൈവപ്രവർത്തിക്കും വിരുദ്ധമായി വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ സ്വാധീന ശക്തികളെ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്ന കർത്താവേ, അവിടുത്തെ നാമം ഇന്ന് പകൽ മഹത്വപ്പെടുവാൻ കൃപ ചെയ്യണമേ. തിരുവെഴുത്തിന് മുമ്പിൽ ഭയത്തോടുകൂടെ ഞങ്ങളെ ഇരുത്തണമേ. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ. ജീവനുള്ള നല്ല പിതാവേ. കരവ് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്തു, ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്തു, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയോ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ, കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ, ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ. തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. എല്ലാ നിമിഷവും ഓർത്ത് കരയാൻ പറ്റിയത് കാൽവറിയിലെ സ്നേഹമാണ്. എത്ര പാടിയാലും, ഞാൻ ചിലപ്പോഴൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതൊക്കെ പാടി ആശ്വസിക്കാറുണ്ട്.
ദൈവസ്നേഹത്തിൻ്റെ ആഴം ഇത്രയും നമ്മളെ സ്നേഹിച്ച മറ്റൊരാൾ ഉലകത്തിലില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇത്രയും നമ്മെ സ്നേഹിച്ച മറ്റൊരാൾ അണ്ടഘടാകത്തിലില്ല. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിയവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തിന് മുൻപിൽ നമുക്കിന്ന് പകലിരിക്കാം. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലുള്ള അതിപ്രാധാന്യമുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. നമുക്കറിയാം, വിശേഷിച്ച് പുതിയ നിയമത്തിലുള്ള വെളിപ്പാട് പുസ്തകവുമായിട്ട് ബന്ധമുള്ള വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പല പ്രവചന ശബ്ദങ്ങളും അതിൻ്റെ നിഴൽ കിടക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. അർത്ഥാൽ ദൈവസഭയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗവും പുതിയ യെരൂശലേമിന്റെ കാര്യങ്ങളും ആന്റിക്രിസ്റ്റിന്റെ വരവും ഒക്കെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. അപ്പോക്രിഫ എന്ന് പറയുന്ന തള്ളപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ദാനിയേലും സർപ്പവും എന്നൊരു അധ്യായമുണ്ട്, ഒരു പുസ്തകമുണ്ട്. തള്ളപ്പെട്ട, കാനൂനിൽ വെച്ച് തള്ളപ്പെട്ട ഒരു പുസ്തകമാണ്. അത് ദൈവനിശ്വാസ്യമല്ലാത്തത് കൊണ്ട് മാത്രം അത് തള്ളിയതാണ്. ദാനിയേൽ എന്ന ഭക്തൻ വിശുദ്ധനായിരുന്നു. ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേലിൽ നിന്ന് അന്നത്തെ രാജാവ് കൊണ്ടുവന്ന അടിമകളിൽ ഒരു ഭക്തനായിരുന്നു ദാനിയേൽ. താൻ വന്നു പാർത്ത രാജ്യത്തിലെ തത്വസംഹിതകൾ തനിക്കെതിരായി മാറി, നിയമങ്ങൾ തനിക്കെതിരായി മാറി. ആരാധനയുടെ നിയമങ്ങൾ, പ്രാർത്ഥനയുടെ നിയമങ്ങൾ, വിശുദ്ധ ഭക്ഷണത്തിന്റെ നിയമങ്ങൾ തനിക്കെതിരായി മാറി. ഭക്ഷണം സംബന്ധിച്ചോ, ആരാധന സംബന്ധിച്ചോ, ഉപദേശം സംബന്ധിച്ചോ ഒരു കുറ്റവും തെറ്റും ദാനിയേൽ കണ്ടില്ലെന്ന് മാത്രമല്ല, അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം ദാനിയേലിനെ വിളിച്ചത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ്. വിശ്വസ്തന്മാരെ ദൈവം വിളിക്കുന്നത് പ്രിയ പുരുഷന്മാരെന്നാണ്. ഇന്ന് പകൽ നമ്മൾ വിശ്വസ്തരാണോ എന്ന് പരിശോധിക്കേണ്ട പകലാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ തീച്ചോളയെ കുറിച്ചൊന്നും പറയാനല്ല നിൽക്കുന്നത്. വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് പ്രസംഗിക്കുന്ന വിഷയം വന്നു കഴിഞ്ഞ് കാണും. പക്ഷെ ഇന്ന് പകലിൽ മറ്റൊരു ചിന്തയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. അതായത് 60 അടി ഉയരമുള്ള ഒരു സ്വർണ്ണ ബിംബം. ഇന്ന് നമ്മുടെ രാജ്യത്ത് അങ്ങനൊരു ബിംബം ഉണ്ടായിരുന്നെങ്കിൽ സ്വർണം പൂശ്യ ബിംബമാകും. പക്ഷെ ഇത് ഫുള്ള് സ്വർണ്ണ ബിംബമാണ്. അതുകൊണ്ടാണ് ദേവന്മാരും ദേവിമാരും എല്ലാം സ്വർണത്തിന്റെ ആളുകളാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ സ്വർണബിംബം ഉയർത്തി നിർത്തിയിട്ട് ആമേൻ, തമ്പുരു, കുഴൽ, വാദിത്രം, വീണ, നാഗസ്വരം എന്നീ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ വന്ന് ഈ ബിംബത്തെ നമസ്കരിക്കണമായിരുന്നു. ഇത് ഒരു ഔദ്യോഗിക കൽപ്പനയായി നാട് മുഴുവൻ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ദൈവഭക്തന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ദാനിയേലിന്റെ കൂടെയുള്ളവരാണ്. ഇവരെ വീണ് നമസ്കരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ മാത്രം വിഗ്രഹത്തെ നമസ്കരിക്കാതെ മുകളിലോട്ട് നോക്കി യഹോവേ, യാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടു? രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജാവിനെ എൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും യുവമാരെ കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കണം, കൊല്ലണം. ഇതായിരുന്നു ആളുകളുടെ പദ്ധതി. ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് മറ്റൊരു കുറ്റം അവർ ചെയ്യുന്നില്ല. കേട്ടെ, സംഭവിച്ചത് ആമേൻ, ഇവരെ 3 പേരെ വിളിച്ചു വരുത്തി. രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? ഞാനൊരു തീച്ചൂള ഉണ്ടാക്കിയത് അറിഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കാത്തവരെ തീച്ചൂള തള്ളിവിടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞു, രാജാവേ, അങ്ങ് ഉണ്ടാക്കിയ തീച്ചൂള കണ്ടിട്ട് ഞങ്ങൾ പേടിക്കില്ല. കാരണം ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. അഥവാ ഞങ്ങൾ വെന്ത് ചാരമാകേണ്ടി വന്നാലും, ഇതാണ് വിശ്വാസം, അഥവാ വിടുവിച്ചില്ലെങ്കിലും അങ്ങുണ്ടാക്കിയ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കില്ലെന്നറിഞ്ഞാലും. രാജാവിന് കോപം മുത്തിട്ട് പറഞ്ഞു, 7 ഇരട്ടി അതിന് ചൂട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ചൂട് വർദ്ധിപ്പിച്ചു. കത്തിക്കാളുന്ന തീച്ചുളയെ നോക്കി ഒന്നുകൂടെ ചോദിച്ചു കാണും. അവര് പറഞ്ഞു, നോ, ഇനി 50 ഇരട്ടി വർദ്ധിപ്പിച്ചാലും തീ കുണ്ടം കോരി നിങ്ങളുടെ മണ്ടക്കിട്ടാലും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്, ഞങ്ങൾ തീരുമാനത്തിന് മാറ്റമില്ല.
ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരെ ഞാൻ ഓർക്കുകയാണ്. ഭർത്താവ് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, ഭാര്യ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, മക്കൾ വല്ലത് പറഞ്ഞത് സ്നാനപ്പെടാത്തവരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടെ, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കർത്താവ് വരികയും ചെയ്യും, നിങ്ങൾ നരകത്തിൽ പോവുകയും ചെയ്യും. യേശുവിന് വേണ്ടി എന്തുമാകാൻ ചങ്കുറക്കമുള്ള ദൈവമക്കളെയാണ് ഇതുപോലെ കർത്താവ് അന്വേഷിക്കുന്നത്. സംഭവം രാജാവ് ഇപ്പം യവന്മാർ വെന്തുരുകുന്നത് കാണുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ കെട്ടഴിഞ്ഞ് അവർ തീയിൽ നടക്കുന്ന കാഴ്ച കണ്ടു. പക്ഷെ അവിടെ കാൽച്ചട്ടയ്ക്കോ വസ്ത്രത്തിനോ ദേഹത്തിനോ തീയുടെ മണം പോലും തട്ടിയില്ല എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ആ വാക്യം കൂടെ പൊതുജനത്തിൻ്റെ അറിവിലേക്കായി വായിച്ച് കേൾപ്പിക്കുകയാണ്. ഒന്ന് നോക്കിയേ, 27-ാം വാക്യം, 3:27. പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേട് പറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. ഹല്ലേലൂയ. 25-ാം വാക്യം. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. കെട്ടഴിഞ്ഞു, പക്ഷേ രോമത്തിന് തീയുടെ മണമേറ്റില്ല. ഭയങ്കര അത്ഭുതമല്ലേ? നിങ്ങൾക്ക് ഇത് പറയുമ്പം, ദൈവത്തിന്റെ മഹത്വം പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പം പിശാചിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞതിനെ പേടിയുള്ളത് കൊണ്ട്. മഹാദൈവത്തിന്റെ ദാസന്മാരെ തീക്കകത്തിട്ടിട്ട് ദേഹത്തിന് ചൂട് പറ്റാത്തത് ഈ തീയെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, ഈ അഗ്നിയെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. ഏത് തീയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയാലും, എവിടെ വീണാലും, സ്തോത്രം, അഴിയേണ്ട കെട്ടഴിയും. പക്ഷെ ദോഷം പറ്റാതെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിനകത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ട് അന്തം വിട്ട് അവരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് രാജാവ്, അപ്പോൾ രാജാവ് പറയുകയാണ്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട്. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിവുള്ള മറ്റൊരു ദൈവം. നമുക്ക് ചോദിക്കാം, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, എന്താണ് നിങ്ങൾ ഇത്രയും കഠിന തീരുമാനമെടുക്കാൻ കാരണം? അവർ പറയും, ഈ വിധത്തിൽ വിടുവിക്കുന്ന മറ്റൊരു ദൈവം. രാജാവ് നിർമ്മിച്ച ബിംബത്തിനകത്ത് ശക്തി കാണുമായിരിക്കാം, പക്ഷെ അതിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ ദേവന്മാർക്ക് ശക്തി കാണുമായിരിക്കാം, പക്ഷെ വിടുവിപ്പാൻ കഴിയുകയില്ല. ഞാൻ ആത്മനിയോഗത്താൽ സഭയോട് പറയുന്നു, നിങ്ങൾ അനുഭവിച്ച വിടുതലുകൾ ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ഒത്തിരി വിടുതലുകൾ പ്രാപിച്ചവരുണ്ട് കേട്ടോ. ഈ ആഴ്ച പലരും പൊതുവിൽ സാക്ഷ്യം പറഞ്ഞില്ല, പറയേണ്ട സമയം വരുന്നുണ്ട്. ഭൂതങ്ങൾ ഇളകിയവരുണ്ട്, രോഗം സൗഖ്യമായവരുണ്ട്. ഇന്നലെ രാത്രിയിലും ഒരു ഫാമിലിയുടെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ഞങ്ങളുടെ വീട്ടിൽ വെച്ച്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്തോത്രം, ഈ വിധത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവം, ഏത് വിധത്തിൽ ഫ്രീ ആയി വിടുവിക്കുന്ന ഒരു ദൈവം, സൗജന്യമായി വിടുവിക്കുന്ന ഒരു ദൈവം, ഏത് വിധത്തിൽ സ്തോത്രം ചെയ്യുന്നു, അക്ഷര വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നോക്കാതെ വിടുവിക്കുന്ന ദൈവം, പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ വിടുവിക്കുന്ന ദൈവം, ഉയർന്ന കുലമെന്നോ താണ കുലമെന്നോ നോക്കാതെ വിടുവിക്കുന്ന ദൈവം, നീ എവിടെ ജനിച്ചു വളർന്നു എന്ന് നോക്കാതെ വിടുവിക്കുന്ന ദൈവം, നിന്റെ മുഖം നോക്കാതെ, നിന്റെ കളർ നോക്കാതെ വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പണം മേടിക്കാതെ വിടുവിക്കുന്ന ഒരു ദൈവം, ഈ വിധത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവെഴുത്തിന്റെ ചില ഭാഗങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യാം. പുറപ്പാട് പുസ്തകം നമുക്കൊന്ന് എടുക്കണം. 6-ാം അധ്യായം 6-ാമത് വാക്യം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാമത് വാക്യം വായിച്ചോളൂ. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ അടിമ വേലയിൽ നിന്ന് വിടുവിക്കും. ആ ഭാഗം നിങ്ങൾക്കറിയാം, ഞാൻ വിവരിക്കുന്നില്ല. അതിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ഒരു ദൈവം ഇറങ്ങി വരികയാണ്. ആമേൻ. ശ്രദ്ധിച്ചേ, ഇസ്രായേൽ മക്കളെ ഇപ്പൊ പ്രസംഗം കേൾക്ക്, പിന്നെ വായിക്കാം. നിങ്ങൾ ഡയറിയും പേപ്പറൊന്നും ഇല്ല അല്ലേ എഴുതിയെടുക്കാൻ? ഉണ്ട് അല്ല മക്കൾ. ഓക്കെ, ശ്രദ്ധിച്ചേ, അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു.
അടിമത്തം ഭയങ്കര അപകടമാണ്. അടിമത്തം. പ്രവാസി മലയാളി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പ്രവാസികൾ മറ്റ് രാജ്യങ്ങളിൽ പോയി ദുഷ്ടന്മാരായ കാവാലികന്മാരായ അറബികൾക്ക് പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവന്മാർ പാസ്പോർട്ട് മേടിച്ചു വെക്കും. പാസ്പോർട്ട് മേടിച്ചു വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവരെ നാട്ടിൽ പോകാൻ അനുവദിക്കില്ല. അതൊന്നും പറഞ്ഞിട്ടല്ല പാസ്പോർട്ട് മേടിക്കുന്നത്. അവൻ കൊണ്ടുപോയി ലോക്കറിൽ വെച്ചാൽ പിന്നെ അവൻ്റെ തീരുമാനമാണ്. എല്ലാ അറബികളും അങ്ങനെയല്ല. ദൈവത്തിന് ദുഷ്ടന്മാരായ കാട്ടറബികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അടിമത്തം ഭയങ്കര അപകടമാണ്. പ്രവാസം, അപ്പൻ്റെ ആരാധനയിൽ വന്ന പിഴവ് തലമുറയ്ക്ക് ശാപമായി മാറി 400 വർഷം അടിമത്തത്തിൽ കിടക്കുകയാണ്. ശ്രദ്ധിച്ചേ, സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല ചെയ്യുന്നത്, പലപ്പോഴും പാപം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഒരു അടിമത്തമാണ്. പല കുഞ്ഞുങ്ങളും പറയാറുണ്ട്, അങ്ങളെ എന്തെന്നറിയില്ല, ഞാൻ അങ്ങനെ ആയിരുന്ന വ്യക്തിയല്ല. സ്തോത്രം. പല മക്കളും പറയാറുണ്ട്, പാസ്റ്റ എന്തെന്നറിയില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ലായിരുന്നു. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നു എന്നെനിക്കറിയില്ല. എനിക്ക് ഇന്നത് വിചാരിക്കുമ്പം അത്ഭുതമായി തോന്നുകയാണ്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഇങ്ങനെ പാപം ചെയ്യാൻ. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കാൻ. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല എൻ്റെ അപ്പനോട് വഴക്കുണ്ടാക്കാൻ, എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കാൻ, എൻ്റെ പാസ്റ്റർക്കെതിരെ പറയാൻ, എൻ്റെ സഭയ്ക്കെതിരെ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കുടുംബമായ സഭയ്ക്കെതിരെ സംസാരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ആരോ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു, ആരോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വിടുതൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് പകൽ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷകൾക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ മനുഷ്യരാകുന്ന നമ്മുടെ അകത്തുള്ള ജഡത്തിന്റെ ശക്തി ഇങ്ങനെ യാത്ര വളരും. വളർന്നിട്ട് ആമേൻ, കൂടുതൽ സൗന്ദര്യമുള്ളതിനെ കൈക്കലാക്കാം. കാറാകാം, വീടാകാം, പണമാകാം, പുരുഷനാകാം. സ്തോത്രം ചെയ്യുന്നു. അതിനെ സ്വായത്തമാക്കാനുള്ള ടെൻഡൻസി നമ്മിൽ വളർത്തി നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു അടിമത്തത്തിന്റെ ശക്തി നമ്മുടെ പലരുടെ കണ്ണുകളിലുണ്ട്. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പറയുന്നു, പൗലോസ് പറയുന്നു, അത് വരാതിരിപ്പാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. നിങ്ങൾ എൻ്റെ ദൂതിലേക്ക് നിന്ന് അല്പം ഇറങ്ങി വരണം. ഇച്ചിരി ആഴമുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അപ്പൊ പാപത്തിന് അടിമത്വം നമ്മുടെ അവയവങ്ങളിൽ രാഗമോഹങ്ങളെ ഇളക്കിവിട്ട് നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നമ്മെ അടിമത്തമാക്കുന്നു, പാപത്തിനെ അഡിക്ഷനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇവിടെ നടന്ന ക്യാമ്പിൽ, ആ ഒരു ചെറിയ സെമിനാറിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിവിടെ വന്നിരുന്നു. അന്ന് കേട്ട വചനം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടു. ഞാനോർത്ത് അഭിനയിക്കുകയായിരുന്നു. പക്ഷെ അന്നത്തെ പാസ്റ്ററുടെ സോജൻ പാസ്റ്റർ പ്രസംഗിച്ച വചനത്തിലൂടെ അവൻ്റെ ഹൃദയത്തെ ദൈവം തൊടുകയും അവൻ്റെ ഹാർട്ടിനെ ടച്ച് ചെയ്യുകയും അവൻ്റെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുകയും അവൻ മൊബൈൽ വഴി സ്തോത്രം എന്തോ ഫ്രീ ഫയർ എന്നൊരു ഗെയിം കളിക്കുമെന്ന് അടിമത്തമായിരുന്നു. അവൻ തൊട്ടടുത്ത അമ്മയുടെ അങ്കിളിൻ്റെ വീട്ടിൽ ചെന്ന് സിനിമ കാണുമായിരുന്നു. പെന്തക്കോസുകാരുടെ കാര്യമായി പറയുന്നത്, സ്നാനപ്പെട്ട കൊച്ചൊന്നുമില്ല, കൊച്ചുമോനാണ്. പക്ഷേ അന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അവന് ഫോൺ വേണ്ട. സ്വത്രം അമ്മയ്ക്ക് അത്ഭുതം, അപ്പൻ അത്ഭുതം, ഇവന് ഫോൺ എടുക്കുന്നില്ല. അടുത്ത വീട്ടിൽ പോയി സിനിമ കാണുന്നില്ല. അവൻ പറയുന്നു, എന്തോ ഒന്ന് എന്നൊന്ന് മാറിപ്പോയി കേട്ടോ പപ്പ, എന്തോ എന്നത് മാറിപ്പോയി, എൻ്റെ കണ്ണിനകത്തുനിന്ന് എന്തോ ഇറങ്ങിപ്പോയി, ഞാൻ ഫ്രീയാ, എനിക്കിപ്പം മൊബൈലിനകത്ത് ഫ്രീ ഫയർ കളിക്കാൻ തോന്നുന്നില്ല. ഒരു അടിമത്ത ചങ്ങല പൊട്ടിയതാണ്. ഇന്ന് പകലി ദൂത് പറയുമ്പോൾ മുതിർന്നവരും കേൾക്കണം, നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ, നമ്മെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അടിമത്ത ചങ്ങല പൊട്ടിക്കാൻ വിടുവിക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഈ വിധത്തിൽ വിടുവിക്കുന്ന മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട് കരം തട്ടി ദൈവത്തെ സ്തുതിക്ക്. ചില അടിമത്തത്തിന്റെ ശക്തികൾ ഈ സഭായോഗത്തിൽ അഴിയാൻ പോകുകയാണ്. യേശുവിന്റെ വചനം രക്തം ജയം. ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, തീരുമാനമെടുത്ത് കാണും. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുത്തുന്ന ഒരു അടിമത്തം. ഹല്ലേലൂയ.
ഭാര്യയും ഭർത്താവും മക്കളുമായി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതിനകത്ത് സംസാരമുണ്ടാക്കി വഴക്കുണ്ടാക്കി കുടുംബ പ്രാർത്ഥനയെ തെറ്റിക്കുന്ന ഒരു പൈശാചിക അടിമത്തം. TV കാണുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക പാപത്തിന് അടിമത്തം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മറ്റൊരുത്തന്റെ പറമ്പിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് തേങ്ങയാകാം, മാങ്ങയാകാം, ചക്കയാകാം, പൈനാപ്പിൾ ആകാം, ദൈവഹിതമല്ലാത്തത് എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക അടിമത്തം. കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ ഉടയവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു അടിമത്തം. ഹലോ, കേൾക്കുന്നുണ്ടോ ദൂത്? സ്വോത്രം സ്വോത്രം. ആരോടും എന്ത് കള്ളവും പറയാൻ മടി കാണിക്കാത്ത ഒരു അടിമത്തം ഇന്ന് പകലത്തെ സഭായോഗത്തിലൂടെ അഴിഞ്ഞു വീഴണം. അതിനുവേണ്ടി ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിവുള്ള മറ്റൊരു ദൈവം ഇല്ലായ്ക കൊണ്ട് ഈ പകൽ പറയുന്നു, നിന്നെ അടിമയാക്കി വച്ചിരിക്കുന്ന പിശാചിനെ നീ ജയിക്കണമെന്ന പകലിൽ. കുഞ്ഞുങ്ങൾ പഠിക്കാനായി അവൻ ബുക്കെടുത്തിരിക്കുമ്പോൾ ഉറക്കം വരുത്തുന്ന ഒരു അടിമത്തം. പഠിക്കാനിരിക്കുമ്പോൾ ആരും അറിയാതെ കമന്നിരുന്ന് ഉറങ്ങുന്ന ഒരു അടിമത്തം. ബുക്ക് വച്ചിട്ട് സ്തോത്രം ചെയ്യുന്നു, പഠിക്കുന്നു എന്ന് അപ്പനെ അമ്മയെ അഭിനയിച്ച് കാണിക്കുന്ന ഒരു അടിമത്തം ഇന്നിവിടെ കെട്ടഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്രീ ആകണം, ഞങ്ങളുടെ മാതാപിതാക്കൾ ഫ്രീ ആകണം. രക്തം 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 രക്തം. ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിവുള്ള മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്. ഒരു ആമേൻ പറഞ്ഞാട്ട് ദൈവമക്കൾ. അടിമത്തം അപകടമാണ്. അടിമത്തത്തിന്റെ ചങ്ങലകളെ അഴിക്കുന്നവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 6-ാമത് വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 6-ാമത് വാക്യം വായിച്ചോളൂ. യെസ്. ഞാൻ നിന്നെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. മതി. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ആയുസ്സിനെ കൂട്ടും. ഹിസ്കിയാവിന്റെ കാര്യം അറിയാമല്ലോ. യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിൽ അതിന്റെ ചരിത്രം കിടപ്പുണ്ട്. ഞാൻ നിന്നെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. കേൾക്കുന്നുണ്ടോ? അശ്ശൂർ ആരായി? അശ്ശൂർ രാജാവ് നോഹയുടെ 3 മക്കൾ ശേം, ഹാം, യാഫേത്ത്. കേട്ടോ സന്തോഷേ? ശേം, ഹാം, യാഫേത്ത്. ശേമിന്റെ പുത്രനാണ് ആര്? അശ്ശൂർ. ശേം എത്ര വർഷം ജീവിച്ചെന്നറിയാമോ? 500 വർഷം ജീവിച്ചു. 100-ാം വർഷത്തിൽ അദ്ദേഹത്തിന് ജനിക്കുന്ന ഒരു കുഞ്ഞാണ് ആര്? അശ്ശൂർ. അദ്ദേഹത്തിന് 9 മക്കളുണ്ടായി. 9 മക്കളെ ജനിപ്പിച്ചു. 500 വയസ്സ് വരെ ജീവിച്ചു. ലോകത്തിന് ആദ്യം ഏറ്റവും കൂടുതൽ ജീവിച്ച ആളാരെന്നറിയാം? ആരാ? പറഞ്ഞേ, പറ, എല്ലാവരും ഒന്ന് പറ. മെതു ശലേഹ്. 969 വർഷം. നമുക്കൊക്കെ ഒരു ആഗ്രഹമല്ലേ? അയ്യോ, നമുക്കൊക്കെ എന്തൊരു വിഷമല്ലേ പ്രായം കൂടുന്തോറും അല്ലേ? ഓരോ വർഷവും കേക്ക് മുറിക്കുമ്പോഴൊരു വെപ്രാളം, മരണത്തോട് ഒരു വർഷം കൂടെ അല്ലേ? പിന്നെ ഈ 20 വർഷം കഴിഞ്ഞ് മരിച്ചാൽ പറയില്ലേ, ആ ചേച്ചി 20 വർഷത്തിന് മുമ്പ് കണ്ടതുപോലെ ഇരിക്കണം, അപ്പൊ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചിന്തിച്ച് ആലോചിച്ചങ്ങ് ആശ്വസിച്ച് പോവാണ്. മരിക്കാതിരിക്കാനുള്ള മരുന്ന് ഈ ഭൂമിയിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ? മരിക്കാനുള്ള മരുന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് വരെ ആയുസ്സിന് നീളം കൂട്ടുന്ന ഒരു മരുന്നുമില്ല. ദൈവം കുറച്ച് ആയുസ്സിനെ കൂട്ടാൻ ഒരു കമ്പനി, ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടില്ല. സ്തോത്രം പറഞ്ഞാട്ടെ.